ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും എപ്പോഴും ഞാൻ കോഴിയുടെ വിശേഷങ്ങൾ മാത്രമാണ് പറയാറുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് നമ്മുടെ പശുക്കളെ വിശേഷങ്ങളും കൂടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് കാര്യമായിട്ട് കാണിക്കുന്നത് പശുക്കളെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ള പുല്ലൊക്കെ അതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചപ്പുല്ല് ഞങ്ങൾ പുറത്ത് പോയിട്ട് അരിഞ്ഞ് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ വയലിലൊക്കെ ഉണ്ടാവും, വയലിലുള്ള പുല്ലുകളും അതുപോലെ തന്നെ പുറത്തൊക്കെ ഉള്ള പറമ്പുകളിൽ കൂടെയൊക്കെ ഉള്ള പുല്ലുകളൊക്കെ കാര്യമായിട്ട് പച്ചപ്പുല്ലൊക്കെ മാക്സിമം ഇവർക്ക് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. വേനൽക്കാലമായാലും അറിയാലോ, പച്ചപ്പുല്ലൊക്കെ ഒന്നും കാര്യമായിട്ട് കിട്ടൂലെന്ന്. പക്ഷേ എന്നാലും ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പച്ചപ്പുല്ല് മാക്സിമം കിട്ടാവുന്നത്ര കൊണ്ടുവന്നിട്ട് ഇവർക്ക് കൊടുക്കും. അപ്പോൾ ഇപ്പം ഈ തൊഴുത്തിൽ 2 പശുവും ഇവിടെ ഒരു പശുവാണ് ഉള്ളത്. സാധാരണ ഇവിടെ പ്രസവിക്കാറായ പശുക്കളെയാണ് ഈ ഭാഗത്ത് കെട്ടാറുള്ളത് കേട്ടോ. പ്രസവവും കാര്യം അതിനുശേഷം കുറച്ച് കാലങ്ങളൊക്കെ അവർ ഈ തൊഴുത്ത് തന്നെയാണ് ഇടാറ്. അപ്പോൾ ഈ പശു എന്ന് പറയുന്നത് ഞങ്ങൾ പാലക്കാട് നിന്ന് കൊണ്ടുവന്നതാണ്. പാലക്കാട് നിന്നിട്ട് നോക്കി എടുത്ത് കൊണ്ടുവന്ന പശുവാണിത്. കാരണം ഇത് നല്ല പശുവാണ്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല. ഇതിൻ്റെ കൊമ്പിൻ്റെ മേലെയൊക്കെ കണ്ടില്ലേ നീല നിറമൊക്കെ അടിച്ചത്. അപ്പം നല്ല പശുവാണ്, നന്നായിട്ട് പാലുണ്ട്. നമ്മൾ പാലിൻ്റെ അളവും അതിൻ്റെ പിന്നെ പാലിനുള്ള കട്ടി ക്വാളിറ്റി ഒക്കെ നമ്മൾ നോക്കുമല്ലോ. അതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് മിൽമേന്ന് അതിനനുസരിച്ചുള്ള പൈസയാണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മൾ വീടുകൾ തോറും പാല് കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ പാലളക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ആളുകൾ വീടുകളിൽ നിന്നൊക്കെ വാങ്ങാനും ഒക്കെ ആയിട്ട് ആളുകൾ ഇഷ്ടം പോലെ വരാനുള്ളത് കൊണ്ടാണ് ഇവിടെ തീരെ പശുവിനെ ഞങ്ങൾ ഒഴിവാക്കാറേ ഇല്ല കേട്ടോ. കാലങ്ങളായിട്ട് നമ്മൾ പശുവിനെ പോറ്റുന്നുണ്ട്. ഇപ്പം അതുകൊണ്ട് തന്നെ പശുക്കളെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കാറില്ല. അതിപ്പോൾ പശുക്കൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെങ്കിലും അതിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇവള് കണ്ടില്ലേ, നമ്മൾ ഇവിടെ ഉണ്ടായ കുട്ടിയാണ്. അവളെ കന്നിപ്പാറായിരുന്നു. മക്കളെ നമ്മൾ കൊടുത്തു. മക്കളെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു, പിന്നെ ഇവിടെ വെക്കാറില്ല. അപ്പോൾ പശു അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. പശു നമ്മൾ കൊടുത്തിട്ടില്ല. അവൾക്ക് വേണ്ടിയിട്ട് അവളെ കുറേ ആളുകൾ ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കൊടുക്കാൻ നിന്നിട്ടില്ല. കാരണം കൊടുക്കാൻ നമുക്ക് തോന്നൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ അത്രയും പ്രിയപ്പെട്ടവളാണ്. പിന്നെ ഇപ്പോൾ വേനൽക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചാണകപ്പൊടി ഉണക്കുന്ന തിരക്കും കാര്യങ്ങളും ഒക്കെ ആയി. അപ്പോൾ എന്താണെന്ന് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന രീതി ഒരു കുറഞ്ഞ രീതിയിലൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കാലുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചു കൊടുക്കും. പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും കേട്ടോ. അങ്ങനെയാകുമ്പോൾ അതിനിടയ്ക്ക് ഞാനൊന്ന് അമ്മമ്മേൻ്റെ വീഡിയോ എടുക്കാൻ പോയി കേട്ടോ. അമ്മമ്മ ചക്കക്കുരു നന്നാക്കുന്ന തിരക്കാണ്. ഉച്ചക്കത്തേക്കൊക്കെ ഉള്ളത് പെട്ടെന്ന് പണി കഴിക്കണം എന്നുള്ള ഒരു തിരക്കാണ് കേട്ടോ. എവിടെയും പ്രത്യേകിച്ച് ഒരു സ്ഥലത്തും ആളിരിക്കൊന്നുമില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഫുൾ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ അമ്മമ്മ. അപ്പോൾ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഏകദേശം പൊടിച്ചു കഴിഞ്ഞ് അതൊക്കെ പെട്ടെന്ന് തന്നെ ചാക്കിലേക്ക് മാറ്റും കേട്ടോ. കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ചാക്കിലാക്കി ആവശ്യക്കാർക്കൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം കുഴിയുണ്ട് കേട്ടോ, ചാണകക്കുഴിയുണ്ട്. ചാണകക്കുഴിയിൽ നിന്നുള്ളതൊക്കെ അത്യാവശ്യം കോരി മാറ്റിയതിന് ശേഷം പിന്നെ കിട്ടുന്ന ചാണകം മൊത്തം ഇതുപോലെ അങ്ങോട്ട് സൈഡിലിട്ട് ഉണക്കി പൊടിച്ച് ചാക്കിലാക്കി വെക്കും. ഇനിയിപ്പോൾ എല്ലാവരും പിന്നെ നമ്മൾ ചാണകപ്പൊടിക്കൊക്കെ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പശുക്കളുടെ വിശേഷങ്ങൾ വരുന്നത്. ഇപ്പം നമ്മൾ പുറത്ത് കൊണ്ടുപോയി കെട്ടാനൊന്നും ഇപ്പോൾ പുല്ലൊന്നും അധികം ഇവിടെ ഇല്ല. നമ്മൾ ചുറ്റുപാടൊക്കെ വെറുതെ ഒന്ന് ഇവർക്ക് ജസ്റ്റ് ഒന്ന് കാലോടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കൊണ്ട് കെട്ടാറ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കോഴിക്കൊന്ന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് കോഴിമുട്ട ഇതിൽ കാണുന്നത്. ഇന്നിപ്പം അതൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. കോഴിമുട്ടയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പം വീട്ടിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്, ഞാൻ കടയിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ തികയുന്നില്ല എന്ന് തന്നെ പറയാം. കോഴിമുട്ടയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ കുറേ കടകളുണ്ട് എനിക്ക് കൊടുക്കാനുള്ളത്. അപ്പം ഒരു ദിവസം ഒരു സ്ഥലത്ത് കൊടുത്താൽ 2 ദിവസം പിന്നെ അവിടെ കൊടുക്കൂല, പിന്നെ വേറെ സ്ഥലത്ത്. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നൊരു കാര്യം തന്നെയാണ് കോഴി വളർത്തൽ കേട്ടോ. അത് ഞാൻ മറ്റുള്ളവർക്കും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന ആളുകളോടും ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഈ കോഴി വളർത്തൽ.
കോഴി വളർത്തി അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റും പോലെ ചെയ്യാനും കഴിയും. അതിനുള്ള ഒരു വരുമാനമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. ഒട്ടും മോശമല്ല, അധ്വാനവും കുറവാണ്. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. കാരണം ഞാൻ എന്നോട് ചോദിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയും, വെറുതെ ഇരിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നതാണ്, എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇരുന്ന് നമ്മളെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്? അതിലൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതായത് ചെറിയ രീതിയിൽ ഒരു കോഴി വളർത്തലൊക്കെ തുടങ്ങി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ എന്ന് ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്. എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഉപദേശിക്കല്ല. നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു നല്ല വരുമാന മാർഗത്തിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാന്നുള്ള കൂടി ഒരു ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമ്മളെ കോഴികളൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. ഇത്രയും മുട്ടകൾ ഡെയിലി നമുക്ക് ഇങ്ങനെ മുട്ട കിട്ടും. എല്ലാ കോഴികളും ഇടാറുണ്ട്. ആ ഇടുന്ന മുട്ടകൾ നമുക്ക് ആ ദിവസത്തേക്ക് തന്നെ കൊടുക്കാനുണ്ടാവും. കാരണം നമുക്ക് ഇവിടെ ഇങ്ങനെ മുട്ട വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ഇതില്ല. കാരണം അത്രയും ആളുകൾക്ക് ആവശ്യക്കാരാണ്. ഇപ്പം വീടുകൾ തോറും വീടുകളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. അപ്പം എനിക്കെല്ലാം കൂടെ ഞാൻ ഇപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴികൾക്ക് കോഴി കുറച്ച് എനിക്ക് കുറവാണ്. ഇപ്പോൾ 2 കൂട്ടിലുള്ള കോഴിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ള ചെറിയൊരു പ്രയാസമുണ്ട്. അത് നമ്മൾ എല്ലാ കടകളിലായാലും വീടുകളിൽ നിന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാലൊക്കെ ചോദിക്കുന്ന അത്ര നമുക്ക് കൊടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് കുറച്ചുകൂടെ നല്ല രീതിയിലൊന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരണം എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഈ കോഴി ബിസിനസ്സിനെ നല്ല രീതിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് കൊണ്ട് ഇതിനെ നല്ല രീതിയിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനും വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ തീറ്റ SKM ആണ്. ഞാൻ SKM എടുക്കാറുണ്ട്, കൃഷി എടുക്കാറുണ്ട്. കൃഷിയും നല്ലതാണ്, SKM നല്ലതാണ് കേട്ടോ. ഞാൻ രണ്ടും മാറി മാറി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മുടെ പശുക്കളെയൊക്കെ അഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇളയച്ചൻ. ഇത് ഇളയച്ചനാണ്. ഇളയച്ചൻ എപ്പോഴും ഞങ്ങളെ പശുക്കളെ കണ്ടില്ലേ എന്ത് വൃത്തിയാന്ന് നോക്കിയാട്ടെ. അതുപോലെ നമ്മുടെ തൊഴുത്തിൻ്റെ വൃത്തി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ചാണകം ഇടുമ്പോഴേക്ക് അത് പെട്ടെന്ന് കോരി മാറ്റണം എന്നുള്ളത് ഇളയച്ചന് നിർബന്ധമാണ്. കാരണം അതേത് പാതിരാത്രി ആയാലും ഇളയച്ചൻ അങ്ങനെയാണ്. ആ ചാണകം പെട്ടെന്ന് കോരി മാറ്റി നന്നായിട്ട് അത് വൃത്തിയാക്കണം. എല്ലാം ഭയങ്കര നിർബന്ധമാണ് കേട്ടോ, എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ പശുക്കളുടെ മേൽ ഒരു തരത്തിലുള്ള ചാണകമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. തൊഴുത്തും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അത് അത്രയും ശ്രദ്ധിക്കും. പശുക്കളെന്ന് വെച്ചാൽ അത്രയും കാര്യപ്പെട്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇനി കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന തിരക്കിലാണ്. കോഴികൾക്ക് തീറ്റ കൊടുക്കാമെന്ന് അവർക്ക് തോന്നുമ്പോഴേക്കും അവർ ബഹളം വെക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ തിരക്ക് കണ്ടോ, ആ തീറ്റ ഇട്ട് കൊടുക്കുമ്പോഴേക്കും അവരെ തിരക്ക്. അപ്പോൾ ഒരു കോഴിക്ക് 100 ഗ്രാം തീറ്റയാണ് കൊടുക്കാറ്. കൂടുതൽ തീറ്റയായിട്ടൊന്നും ഇട്ട് കൊടുക്കാറില്ല. ചിലർ നമ്മൾ കാണാറുണ്ട് അവരെ ആ തീറ്റയുടെ പാത്രം മൊത്തം ഫുള്ളാക്കിയിട്ടൊക്കെ തീറ്റ കൊടുക്കുന്നത് കാണാറുണ്ട്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോഴി ഇടുന്ന വലിയ മുട്ട, പിന്നെ അത് തന്നെ കോഴിക്ക് ഭയങ്കര പ്രശ്നങ്ങളുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാളിതാ ഇവിടെ ചൂലെടുത്ത് അടിച്ച് വരുന്ന തിരക്കാണ്. അപ്പോൾ ഇളയച്ചൻ പശുക്കളെ അഴിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമ്മളെ അമ്മൂട്ടീനെയാണ് ആദ്യം. എല്ലാ പശുക്കൾക്കും ഓരോ പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മൂട്ടീനെയാണ് ആദ്യം കൊണ്ടുപോകുന്നത്. ഇങ്ങനെ തൊട്ടൊഴിഞ്ഞാണ് കൊണ്ടുപോവുക. കാരണം അത്രയും നമ്മൾ മറ്റുള്ള എന്തിനേക്കാളും പ്രിയപ്പെട്ടതാണ് ഇളയച്ചന് പശു. അപ്പോൾ അതിനെ കൊണ്ടുപോകുന്ന കണ്ടില്ലേ, അങ്ങനെ ഭയങ്കര സ്നേഹത്തോടു കൂടിയൊക്കെയാണ് കൊണ്ടുപോവുക. അപ്പോൾ ആദ്യം അമ്മൂട്ടി പോവുകയാണ്. അമ്മൂട്ടീനെ അവിടെ കെട്ടിയിട്ട് വേണം ഇനി ബാക്കിയുള്ളവരെ കൂടെ കൊണ്ടുവരാൻ കേട്ടോ. അപ്പം നമ്മുടെ വഴിയിലുള്ള പ്ലാവിലെ ചക്ക നോക്കിയാട്ടെ. ചക്ക ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ചക്കപ്പുഴുക്കോണ്ടുള്ള കളിയാണ് കേട്ടോ ഇപ്പോൾ. ചക്ക ആയിക്കഴിഞ്ഞാൽ 10 മണിക്ക് ചക്കയോട് ചക്ക. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മുടെ അമ്മൂട്ടീനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ കെട്ടിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് മാത്രമാണ് കേട്ടോ. പുല്ല് കണ്ടില്ല, പുല്ലെന്ന് പറയാൻ മാത്രം ഒന്നുമില്ല അവിടെ. അപ്പോൾ പുല്ലൊക്കെ ഇനി ആയി വരണേ, മഴക്കാലം ആവണം. ഇവിടെ നല്ല പുല്ലൊക്കെ കിളിർത്ത് വരും കേട്ടോ. അപ്പോൾ ഇവർക്ക് നല്ല പച്ചപ്പുല്ല് കിട്ടണമെങ്കിൽ രാവിലെ പാലും കൊടുത്തിട്ട് ആ വഴി ഇളയച്ചൻ പോയിട്ട് പുല്ലരിഞ്ഞ് കൊണ്ടുവരികയാണ് ചെയ്യുക. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ പുല്ലൊക്കെ ഇന്ന് രാവിലെ കൊണ്ടുപോയിട്ട പുല്ലാണ് കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാ ദിവസവും
പുല്ലരിയാനും വേണ്ടിയിട്ട് പാല് കൊടുത്തു കഴിഞ്ഞ് പുല്ലരിഞ്ഞ് അത് ഫുള്ള് ഓട്ടോയിൽ നിറച്ചിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ ഇവർക്ക് നല്ല പച്ചപ്പുല്ലും കിട്ടും, അതുപോലെ തന്നെ ഉണക്കപ്പുല്ലും കിട്ടും കേട്ടോ. നന്നായിട്ട് കഞ്ഞിവെള്ളം അതൊക്കെ കൊടുക്കും, എല്ലാ സാധനങ്ങളും കൊടുക്കും കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച കുറച്ച് പച്ചക്കറികളായിരുന്നു കേട്ടോ. ആ മഴയൊക്കെ പെയ്ത് ആയ സമയത്ത് എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയി. ഇപ്പം ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് ഒരു സാധനങ്ങളും ഉണ്ടായി കിട്ടില്ല. നമ്മൾ നട്ട സാധനങ്ങളൊക്കെ ഇതായി പോവും. അപ്പോൾ ഈ പെട്ടെന്നുള്ള മഴയല്ലേ, അതുകൊണ്ട് ഇപ്പം നമ്മൾ കുറേ പച്ചക്കറിയൊക്കെ നട്ടുണ്ടായിരുന്നു, അതെല്ലാം നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ടായിരുന്നു. കയ്പുണ്ടായിരുന്നു, പയറുണ്ടായിരുന്നു, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഒക്കെ പോയപ്പം അതായത് പന്തലൊക്കെ പൊളിഞ്ഞ് പോയപ്പം പിന്നെ അതൊന്നും ചെയ്യാൻ പോയില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ പിന്നെയും അത് അങ്ങനെ ഇതായി പോവുകയാണ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പ്രധാനമായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. ഒരുപാട് നല്ല നല്ല വീഡിയോകളും നല്ല നല്ല അറിവുകളും നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് ഞാൻ വീണ്ടും നല്ല വീഡിയോയുമായിട്ട് വരാം. അതിനു മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യട്ടോ.